ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ അഡലൈൻസ് കഫേ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന തുംദേന സാത്ത് രോഹംനം എന്ന സീരിയലിൻ്റെ 16-ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അപരാജിതരുടെ വീട്ടിലിങ്ങനെ ആരുവിൻ്റെ കല്യാണം മുടങ്ങിയിട്ട് അച്ഛന് വയ്യാതെയൊക്കെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ കാണിക്കുന്ന ആരു പറയുകയാണ്, ചേച്ചി കാരനാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്, അപ്പോൾ ഇതിനൊരു വഴി ചേച്ചി തന്നെ കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അവൾ പറയണം, നിങ്ങളിങ്ങനെ എല്ലാവരും കൂടെ വഴക്ക് കൂടല്ലേ, ഇപ്പം അച്ഛൻ്റെ ആരോഗ്യമാണ് നമ്മൾ നോക്കേണ്ടത്, വേറൊന്നും ഇപ്പം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ഒരു കല്യാണമല്ലേ, അല്ലാതെ അതിലും വലിയ കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ആര് പറയണം, നിങ്ങൾക്ക് ആർക്കും എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല, എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ചുമ്മാ കയറി കഥവടയ്ക്ക് വേണം. അപ്പോൾ കഥവടച്ച് കഴിഞ്ഞിട്ട് അവൾ പറയാണ്, ഇനിയിപ്പോൾ രോഹനെ ഞാൻ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി, ഇവർക്കൊന്നും അറിയണ്ടല്ലോ എന്നോർത്ത് അവൾ ചൂടെടുത്തിട്ട് അവളുടെ ഷോള് ഇങ്ങനെ അവിടെ ദേഹത്ത് നൂരി മാറ്റിയിട്ടിട്ട്, പണ്ടാരം ഈ ഫാനും കറങ്ങണില്ലല്ലോ, ഇവിടെ ഉള്ള എല്ലാം ഇങ്ങനെയാണ്, എല്ലാം കേടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അവളൊരു സ്റ്റൂളെടുത്ത് ബെഡിന് മേലെ വെച്ചിട്ട് അത് കയറിയിട്ട് ആ ഫാൻ കറക്കാൻ നോക്കുകയാണ്. എന്നുവെച്ചാൽ അത് കറങ്ങുന്നില്ലല്ലോ, അപ്പോൾ അത് നമ്മളിങ്ങനെ കൈ വെച്ചിങ്ങനെ കറക്കി നോക്കില്ല. അപ്പോൾ അതിനായിട്ട് അവൾ സ്റ്റൂളിൻ്റെ മേലെ കയറി നിൽക്കുമ്പോൾ ഇവരുടെ അമ്മായി ഇത് ജനലിൽ കൂടെ നോക്കുമ്പോൾ അവർ വിചാരിക്കും ഇവൾ കല്യാണം മുടങ്ങിയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അവരെല്ലാവരും വിളിച്ച് കൂട്ടുന്നത്, ആരും ആത്മഹത്യ ചെയ്യാൻ പോകണം, എല്ലാവരും വേഗം വന്ന് നോക്കാൻ പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ ഈ വാതിലടിച്ച് പൊളിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ആരും മനസ്സിലാകുന്നില്ല, ഇവരെന്താണ് ഈ പറയുന്നത്, ഞാൻ ഫാൻ നന്നാക്കാൻ കയറിയതല്ലേ എന്ന് അവളിങ്ങനെ ചിന്തിക്കുകയാണ്. ഇവരിനി തെറ്റിദ്ധരിച്ച് കാണുമോ, അപ്പോൾ ഇവർക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരും താഴേക്ക് ഇറങ്ങുകയാണ്. ഇവരൊക്കെ പേടിച്ചിട്ട് വാതിലിട്ട് ചവിട്ടിപ്പൊളിക്കാൻ നോക്കണം, തട്ടി നോക്കണം, അവരങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ആരും വിചാരിക്കുകയാണ്, ഇതിപ്പോൾ ലാഭമായല്ലോ, എന്തായാലും ഇങ്ങനൊരു ഡ്രാമ കളിച്ചാലേ ഇനി കാര്യം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവൾ അവസരം മുതലെടുക്കുകയാണ്. എന്നിട്ട് അവൾ അകത്ത് നിന്ന് പറയണം, എനിക്ക് രോഹനെ കല്യാണം കഴിക്കണം, കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇത് തന്നെ ചെയ്യും, എനിക്ക് അവനില്ലാതെ ജീവിക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ, നിങ്ങൾക്ക് ഒരു 15 ലക്ഷം ഉണ്ടാക്കാൻ പറഞ്ഞുള്ളൂ, അതുപോലും പറ്റാത്ത വീട്ടുകാർക്ക് ഞാനിവിടെ ജീവിച്ചില്ലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയണം. അപരാജിത ഈ സമയത്ത് തട്ടിയിട്ടൊന്നും തുറക്കാത്തതുകൊണ്ട് അവളൊരു ആക്സോ ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇട്ട് ആ ഓടാമ്പൽ ഇങ്ങനെ തുറക്കുകയാണ്. തുറന്നെല്ലാവരും ഇടിച്ചകത്ത് കയറി. എന്നിട്ട് ആരുവിനെ താഴെ ഇറക്കുകയാണ്. എന്നിട്ട് അപ്പോൾ പറയണം, ആരു നീ എന്ത് പണിയാണ് കാണിക്കുന്നത്, ഈ ചെറിയ കാര്യത്തിനൊക്കെ നീ എന്താ ചെയ്യണമെന്നൊക്കെ ചോദിച്ച് സംസാരിക്കണം. അടുത്ത സീനിൽ കാണിക്കുന്ന രക്ഷ്യത്തിൻ്റെ ഓഫീസാണ്. അവന് ഒരു ഫാഷൻ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നൊരു ഓഫീസാണ്. അപ്പോൾ അവിടെ അവൻ കയറി ചെല്ലുന്നു. അപ്പോൾ കുറേ സ്റ്റാഫുകളൊക്കെ നിൽപ്പുണ്ട്, എല്ലാവർക്കും ഓരോ സജഷൻസൊക്കെ കൊടുക്കുന്നു. അവൻ്റെ പാഷനാണ് പ്രൊഫഷനാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള എംപ്ലോയീസൊക്കെ ആണെങ്കിൽ ഇവനോട് ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന, കൂളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. രാവിലെ അവൻ വന്നതല്ലേ, അപ്പം നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം എന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് എല്ലാവരും അവൻ വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് അവൻ പറയണം, നമ്മൾ ഇന്നൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ പോവുകയാണ്, അതെല്ലാവരും അറിയിക്കാനായിട്ടാണ് എമർജൻസി ആയിട്ട് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. അപ്പോൾ ആലോചിക്കുകയാണ്, ഇതിപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് അവൾ വരികയാണ്. അപ്പോൾ അവൻ പറയണം, നിങ്ങൾ ഈ സാരി എനിക്ക് കിട്ടിയ കാര്യങ്ങളും ഈ സാരി നെയ്താളെ ഞാൻ അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നല്ലോ എന്ന് പറയണം. അപ്പോൾ അവർ പറഞ്ഞാൽ അറിഞ്ഞായിരുന്നു സാർ, ആളെ കിട്ടിയെന്ന് ചോദിച്ചു. പറഞ്ഞ ആളെ കിട്ടിയില്ല, പക്ഷേ ആളെ തപ്പിപ്പോകുന്ന വഴിക്ക് എനിക്കൊരു ഉപദേശം കിട്ടി. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അന്വേഷിക്കുകയാണെങ്കിൽ അത് നമ്മളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്ന് വേണം ആദ്യം ചിന്തിക്കാൻ. എന്ന് വെച്ചാൽ ആ സിറ്റുവേഷൻ അങ്ങനെ വേണം ഹാൻഡിൽ ചെയ്യാൻ. അത് തനിയെ നമ്മുടെ അടുത്തേക്ക് വരണം. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. നമുക്കൊരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഈ സാരിയുടെ നെയ്ത്തുകാരൻ എന്തായാലും പ്രൊഫഷണലായിട്ടുള്ള ഒരാളായിരിക്കും. ഇങ്ങനൊരു കോമ്പറ്റീഷൻ നമുക്ക് വയ്ക്കാം, പ്രൈസ് മണി വയ്ക്കാം, അതിലേക്ക് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എൻട്രി കൊടുക്കാം. 3-4 ഘട്ടമായിട്ടുള്ള ഒരു സ്റ്റെപ്പായി ചെയ്തിട്ടുള്ളൊരു കോമ്പറ്റീഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിലെ വിന്നറായിരിക്കും ഈ സാരി നെയ്ത ആളും. പിന്നെ നമ്മൾ നർമ്മദാദേവീനെ അലങ്കരിക്കാനായിട്ടുള്ള സാരി ഡിസൈൻ ചെയ്യുന്നതും അയാളെ കൊണ്ടായിരിക്കും. ഇത് വെറും ഒരു ചലഞ്ചിൻ്റെ പ്രശ്നമോ ഒന്നുമല്ല, ഇത് നമ്മുടെ പ്രസ്റ്റീജിൻ്റെ കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ കമ്പനീനെ എനിക്ക് വളർത്തണം, എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എനിക്ക് നടത്തണം, കമ്പനി ഏറ്റവും ഉയരത്തിൽ കൊണ്ടെത്തിക്കണം. നമ്മുടെ പാരൻസിന് നമ്മൾ ഏറ്റവും പ്രൗഡായിട്ട് തോന്നുന്ന കാര്യങ്ങളിലൊന്നാണിതൊക്കെ. അപ്പോൾ അതെന്തായാലും എനിക്ക് ചെയ്യണം, അതിനെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഹാപ്പിയാകാണ്. സാർ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്, നമുക്ക് എന്തായാലും കോമ്പറ്റീഷൻ നടത്താം എന്ന് പറയണം. അപ്പോൾ താനാബാന
എന്നാണ് ഈ ഇവരുടെ കോമ്പറ്റീഷൻ്റെ പേര് വരുന്നത്. അപ്പോൾ രക്ഷിത്ത് പറയുകയാണ്, ഒട്ടും നമുക്ക് സമയമില്ല, എത്രയും വേഗം ഈ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്തോളൂ. ഇര നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് തരും, അതനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാവരും വർക്കിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് രക്ഷിത്ത് ഇരയോട് ചോദിക്കുകയാണ്, ഇര എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ, എനിക്കിതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയില്ല എന്ന് പറഞ്ഞ് അവൾ പിണങ്ങി പോവാണ്. അപ്പോൾ ഇവൻ അവളെ ഒന്ന് സമാധാനപ്പെടുത്താനായിട്ട് പുറകെ പോകുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയണേ, എന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണണ്ട, എന്നെ ഈ കമ്പനിയുടെ ഒരു ഹെഡ് ഡിസൈനറായിട്ട് നിനക്ക് കണ്ടുകൂടെ? ഞാൻ അങ്ങനെ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് പോലും എന്നോട് ഡിസ്കസ് ചെയ്യാതെ നീ ഇപ്പോൾ എന്തിനാണ് ഇതെല്ലാവരോടും ആദ്യമേ പറഞ്ഞത്? എന്നോട് ഇതിനെപ്പറ്റി ഒരു വാക്ക് നീ പറഞ്ഞെന്ന് ചോദിക്കണം. അപ്പോൾ രക്ഷിത് പറയണം, നിനക്കറിയാലോ കപ്പട ബസാറിൽ വെച്ച് ആ പെണ്ണി ഐഡിയ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇതെല്ലാവരിലേക്കും എത്തിക്കാനാണ് തോന്നിയത്. അതെൻ്റെ തലേന്ന് പോകുന്നതിന് മുന്നേ എല്ലാവരിലേക്കും എത്തിക്കാനാണ് തോന്നിയത്, അതല്ലാതെ നിന്നെ ഹൈഡ് ചെയ്യണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറയണം. അപ്പോൾ ഇവൾ ചോദിക്കുക, ഏത് പെണ്ണിൻ്റെ കാര്യമാണ് നീ പറയണേ? ഞാൻ പറഞ്ഞതല്ലേ നമ്മളുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് വേറൊരു പെണ്ണിനെ കൊണ്ടുവരരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്താ അങ്ങനെ സംസാരിച്ചതെന്ന് പറയണം. അപ്പോൾ രക്ഷിത് പറഞ്ഞു, നീ അതൊക്കെ വിട്, നമുക്കിപ്പോൾ ഈ കോമ്പറ്റീഷൻ എങ്ങനെയെങ്കിലും നടത്തണം, അതാണ് ചെയ്യേണ്ടത്. എന്നോട് പറയാതിരുന്നതിന് സോറി, എനിക്ക് ആ ഐഡിയ വേഗം തലേന്ന് പോവാതിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എന്നോട് പറയണമെന്ന് തന്നെ ഞാൻ വെച്ചതാണ്, എന്തായാലും സോറി, നീ ഒന്നും തെറ്റിദ്ധരിക്കല്ലേ, നീ എൻ്റെ കൂടെ ഇതിൽ നിൽക്കത്തില്ലെന്ന് അവളോട് ചോദിക്കണം. ഇര പറയണേ, ഞാൻ കൂടെ നിന്നേനെ, പക്ഷെ നിൻ്റെ ഈ സ്വഭാവം കൊണ്ടാണ് ഞാൻ നിൽക്കാത്തത്, കൂടെ നിൽക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകണമെന്നൊക്കെ അവളിങ്ങനെ പറയണം. അപ്പോൾ അവൻ ചോദിക്കണം, എന്ത് ബെനിഫിറ്റ്? നീ എന്നെ കല്യാണം കഴിക്കണം, അതല്ലാതെ എനിക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അവൻ പറഞ്ഞ്, കിട്ടാമല്ലോ, വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കെട്ടാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് തമാശയ്ക്ക് ഇങ്ങനെ പറയണം. അപ്പോൾ അവൾ പറഞ്ഞു, നിനക്കെല്ലാം തമാശയാണ്, ഞാൻ പറഞ്ഞ ഒന്നും നീ സീരിയസ് ആയിട്ട് എടുക്കണില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. എന്തായാലും നീ എൻ്റെ ഫ്രണ്ടായി പോയില്ലേ, അതുകൊണ്ട് ഞാൻ സഹായിക്കാം, നിന്നെ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല, നീ എന്നെ എല്ലാത്തിനും ഒറ്റയ്ക്ക് വിടുന്ന പോലെ ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല, ഇപ്പം നമ്മുടെ ഫ്രണ്ട്ഷിപ്പെങ്കിലും സംരക്ഷിക്കാനായിട്ട് ഞാൻ തന്നെ എഫേർട്ട് ഇടുന്നുണ്ട്, അതിനായിട്ട് എന്തായാലും സമ്മതിക്കാം എന്ന് പറയണം. അപ്പോൾ അവൻ പറയണം, ഫസ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അതിനെനിക്കൊരു ഐഡിയ ഉണ്ട്, ഈ കോമ്പറ്റീഷൻ എല്ലായിടത്തും എത്തിക്കാനും പിന്നെ ഏറ്റവും ബെറ്ററായിട്ട് നടത്താനും എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ടെന്ന് ഇര പറയണം. ഇവിടെ വെച്ച് ഈ സീൻ കട്ടാവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന അപരാജിതയുടെ വീടാണ്. അവിടെ ആരുവിനെല്ലാവരും വെള്ളവും മരുന്നും ഒക്കെ കൊടുത്ത് അവളെ നോക്കിയാക്കണം. അവൾ കഴുത്തിൽ കയറ് മുറിക്കുന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇവർ, പക്ഷെ സംഭവമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവൾക്കേ അറിയാവുള്ളൂ. അപ്പോൾ അവളത് മാക്സിമം ഉപയോഗിക്കുകയാണ്. അപ്പം അപരാജിത ഇങ്ങനെ അവളെ പതുക്കെ ഉപദേശിക്കുകയാണ്, നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നിൻ്റെ കല്യാണം എന്തായാലും ഞങ്ങൾ നടത്തും, നീ പേടിക്കണ്ട, ഞാൻ നിനക്ക് വാക്ക് തരികയാണ്, രോഹനുമായിട്ടുള്ള നിൻ്റെ കല്യാണം ഞാൻ നടത്തിത്തരും, അതിനുവേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും സാരമില്ല, അവർ ചോദിച്ച കാശും നമുക്ക് കൊടുക്കാം എന്നും പറഞ്ഞ് ആരുവിനെ സമാധാനിപ്പിക്കണം. അപ്പോൾ ആര് പറയണം, ഇനി എങ്ങനെ നടത്താമെന്നാണ്, എങ്ങനെ കാശ് കൊണ്ടുവരാനാണ്, ഇത് ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ 1 മാസത്തിൽ എൻഗേജ്മെൻറ്റ് വേണമെന്നാണ് അവർ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൾ പറയണം, ഞാൻ പ്രമീള ആൻറ്റിയായിട്ട് സംസാരിക്കാം, 1 മാസം കൊണ്ട് 1 മാസം അതിനുള്ളിൽ നമുക്ക് കാശ് കൊടുക്കാം, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ടെന്ന് പറയുവാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അവിനാശ് പറയുകയാണ്, വാക്കൊക്കെ കൊടുക്കുന്നതൊക്കെ അതും എങ്ങനെ നടത്തുമെന്നാണ് ചേച്ചി പറയുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ അപരാജിത പറയുകയാണ്, അതൊക്കെ ഞാൻ നടത്തും, നീ എന്തിനാണ് എല്ലാത്തിനും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, എനിക്കൊരു കഴിവുണ്ട്, ആ കഴിവ് ഉപയോഗിച്ച് ഞാനത് നടത്തുമെന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പറയണം, അതിനൊക്കെ ഒത്തിരി സമയമെടുക്കും, ഈ 1 മാസം കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് ഞാനൊരു ഐഡിയ പറയാം, ഇപ്പോൾ എനിക്കൊരു ലോണ് എടുക്കാമെന്ന് വെച്ചാൽ അതും പറ്റത്തില്ല, കാരണം നിൻ്റെ കല്യാണത്തിനെടുത്ത ലോണ് തന്നെ, അതായത് അപ്പൂൻ്റെ കല്യാണത്തിനെടുത്ത ലോണ് തന്നെ ഇപ്പോഴും EMI അടച്ച് തീർന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അത് പറ്റത്തില്ല, പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്നിങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് അഭി പറയാണ്, ഇനി ഒരു വഴിയേ ഉള്ളൂ, ചേച്ചി അവിടെ ബിസിനസ് നടത്തണതല്ലേ, ചെറിയൊരു ബിസിനസ്സാണെങ്കിലും ഭോപ്പാലിൽ നടത്തുന്നതല്ലേ, ഇപ്പോഴത്തെ ഒരു നില വെച്ചിട്ട് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് സ്ത്രീകൾക്ക് സ്വയം തൊഴിലിന് ലോണ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഈ ബിസിനസ് കാണിച്ച് ലോൺ എടുക്കാമല്ലോ, എത്ര രൂപ വേണമെങ്കിലും ലോൺ കിട്ടും, നമുക്ക് അതുകൊണ്ട് ആരുവിൻ്റെ കല്യാണം നടത്താമല്ലോ, സിമ്പിളല്ലേ എന്ന് പറയണം. ഈ സമയത്ത് അവൾ പേടിച്ചിരിക്കുകയെന്ന് വെച്ചാൽ അവളുടെ പേര് ഓൾറെഡി 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്, അവളുടെ ഹസ്ബൻഡ് എടുത്തിട്ട് തിരിച്ചടയ്ക്കാഞ്ഞിട്ട് അവരുടെ സിബിളൊക്കെ ആകെ കുളമായിട്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഇവൻ അടുത്ത ലോണിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല എൻ്റെ പേരിൽ ലോൺ എടുക്കാൻ പറ്റില്ല എന്ന് പറയണം. എല്ലാവരും ഷോക്കാണ്, ആര് പറഞ്ഞ് എന്താ ചേച്ചി അങ്ങനെ പറയുന്നത്, എനിക്ക് വേണ്ടി ഇതുകൂടെ ചെയ്യത്തില്ലെന്ന് ചോദിക്കണം. അപ്പോൾ അവിനാശ് പറഞ്ഞാൽ, അപ്പോൾ എല്ലാ ലോണും എൻ്റെ തല കൊണ്ട് വെക്കാനുള്ള പ്ലാനാണല്ലേ, അത് നടക്കില്ല, നീയല്ലേ എപ്പോഴും പറയുന്നത്
ഒരു വീട്ടിൽ പെൺകുട്ടി ആൺകുട്ടി ഒരുപോലെയാണ് അവർ വീട് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ ഇങ്ങനെ കൈയൊഴിയുന്നത്? കൊടുത്ത വാക്കൊക്കെ വെറുതെ ആണല്ലോ എന്ന് ഓർത്തിട്ട് അവളെ ഇൻസൾട്ട് ചെയ്യാണ്. അപ്പോൾ അപ്പൂൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ എന്തിനാണ് അവളെ ഇതിലേക്ക് വലിച്ചടിക്കുന്നത്? അവൾ അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകേണ്ടതാണ്. ഇങ്ങനെ ലോണൊക്കെ എടുത്ത് തലയിൽ വെച്ച് കൊടുത്ത് അവൾ എങ്ങനെ പോകും എന്നൊക്കെ പറയണം. അപ്പോൾ അവിനാശ് പറയണം, എനിക്കും ഒരു ലൈഫുണ്ട്, എല്ലാം എൻ്റെ തലയിലിട്ടാൽ ശരിയാകത്തില്ല. ഒരു പെങ്ങളുടെ കല്യാണത്തിൻ്റെ ലോണ് തന്നെ തീർന്നിട്ടില്ല, അപ്പോഴാണ് ഇത് എടുക്കാൻ പറയുന്നത്. അത് നടക്കത്തില്ല. നിനക്ക് എൻ്റെ കൂടെ ബാങ്കിൽ വരാൻ പറ്റുമോ ഇല്ലയോ, അത് മാത്രം നീ പറഞ്ഞാൽ മതി എന്ന് പറയണം. അപ്പോൾ എല്ലാവരും നിർബന്ധിച്ചിട്ട് അപ്പോൾ ശരി നമുക്ക് ബാങ്കിൽ പോകാം എന്ന് പറയുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് രക്ഷിത്തിൻ്റെ ഓഫീസാണ്. അപ്പോൾ ഇര അവളുടെ ഐഡിയ പറയുവാണ്. അപ്പോൾ രക്ഷിത്ത് കേൾക്കണം, എന്താണ് നിൻ്റെ ഐഡിയ, കുറേ നേരം ആയല്ലോ ആലോചിക്കുന്നതെന്ന് പറയണം. അപ്പോൾ അവൾ പറയാം, നമുക്ക് നമ്മുടെ ഈ കോമ്പറ്റീഷൻ ആരെങ്കിലും കൊണ്ട് സ്പോൺസർ ചെയ്യിച്ചാലോ എന്ന് ചോദിക്കാം. അപ്പോൾ രക്ഷിത്ത് പറയണം, ആരെ കൊണ്ട്? അപ്പോൾ അവൾ പറയാം, നമുക്ക് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെയോ ബാങ്കിലൂടെയോ നമുക്ക് ഇത് സ്പോൺസർ ചെയ്യിക്കാം എന്ന് പറയണം. അവൻ പറഞ്ഞ ഹൗസ് ഓഫ് ഭരദ്വാജിന് ഒരിക്കലും ഒരാളുടെയും കയ്യിൽ നിന്ന് സ്പോൺസർഷിപ്പിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ അതിനുള്ള ക്യാഷും ബാക്കി കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ തന്നെ സ്പോൺസർ ചെയ്യും, നമ്മുടെ കമ്പനി തന്നെ സ്പോൺസർ ചെയ്യുമെന്ന് പറയണം. അപ്പോൾ ഇര പറയണം, നീ എന്ത് മന്ദബുദ്ധിയാണ്, ഞാൻ പറയണ അർത്ഥം നിനക്ക് മനസ്സിലായിട്ടില്ല. എടാ അത് ഗവൺമെൻറ് സ്ഥാപനം അല്ലെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള സ്ഥാപനം നമ്മളെ സ്പോൺസർ ചെയ്താൽ ഈ കോമ്പറ്റീഷനാണ് അതിൻ്റെ ഗുണങ്ങൾ. എന്ന് വെച്ചാൽ നീ പറയുന്ന പോലെ ഒരു പ്രൊഫഷണലായിട്ടുള്ള നെയ്ത്തുകാരനൊക്കെ മിഡിൽ ക്ലാസ് ആയിരിക്കും മിക്കവാറും, അവരൊക്കെ ഇങ്ങനെയുള്ള ബാങ്കുകളിലായിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബാങ്ക് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ആ ബാങ്കിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ പരസ്യങ്ങൾ കാണുമ്പോഴും ആൾക്കാർ കൂടുതൽ ഇതിൽ അട്രാക്റ്റീവായിട്ട് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വരും. അത് നമ്മുടെ കോമ്പറ്റീഷനും ഗുണം ചെയ്യും, പിന്നെ നീ ഉദ്ദേശിക്കുന്ന ആളെയും കിട്ടും. എങ്ങനെയുണ്ട് ഐഡിയ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയണം, ഐഡിയ ഒക്കെ ഓക്കെ, പക്ഷേ ഇതൊക്കെ നടക്കുമെന്ന് ചോദിക്കണം. അപ്പോൾ അവൾ പറയാം, നടക്കാൻ എന്താ, ഞാൻ ഉടനെ തന്നെ അടുത്തുള്ള ഗവൺമെൻറ് ബാങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ നോക്കാം മാനേജറുമായിട്ട്, നീ ബാക്കി കാര്യം നോക്കിയാൽ മതി എന്ന് പറയണം. അടുത്ത സീനിൽ കാണിക്കുന്ന അപ്പു അവളുടെ അനിയനും കൂടെ ബാങ്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പുവിൻ്റെ സിബിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞ ഉടനെ അയാൾ പറയണം, നിങ്ങൾ അപരാജിതയല്ലേ, ഭോപ്പാലിലെ ആ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് 10 ലക്ഷം എടുത്തിട്ട് 6 മാസമായിട്ട് നിങ്ങൾ തിരിച്ചടച്ചിട്ടില്ല, നിങ്ങളെ ഞങ്ങൾ തപ്പി നടക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ അവിനാശ് പറഞ്ഞ്, നീ ഓൾറെഡി ലോൺ എടുത്തിട്ടുണ്ടോ, ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോലീസിനെ വിളിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ വന്ന് ഇവളെ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ചേച്ചി നീ ഇതൊക്കെ ഞങ്ങളോട് മറച്ചു വെച്ചല്ലേ, എന്തിനാണ് ഇതൊക്കെ ഞങ്ങളോട് മറച്ചു വെച്ചതെന്ന് പറഞ്ഞിട്ട് അവളോട് ചൂടാവുകയാണ്. അപ്പോൾ ഈ പോലീസുകാർ ഇവളോട് വഴക്കിട്ടിട്ട്, നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ ഇങ്ങനെയാണോ വളർത്തിയേക്കുന്നത്, ഇങ്ങനെ കാശ് വാങ്ങിയിട്ട് പറ്റിക്കാനാണോ വളർത്തിയേക്കുന്നത്, അച്ഛൻ്റെ അമ്മയുടെ നമ്പർ താ, ഞങ്ങൾ വിളിക്കട്ടെ, നമ്പർ താ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ നമ്പർ താന്ന് ചോദിക്കുന്നത് ആ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. എന്ന് വെച്ചാൽ അയാൾ ചോദിക്കുന്ന ഇവരുടെ പാൻ കാർഡിൻ്റെ നമ്പറാണ്. സംഭവം എന്ന് വെച്ചാൽ അപരാജിത പോലീസ് വരുന്നത് ഇയാൾ ചീത്ത പറഞ്ഞതൊക്കെ അവൾ ആലോചിച്ചതാണ്. അപ്പോൾ അവൾ പെട്ടെന്ന് ഞെട്ടിയിട്ട് ഞാൻ നമ്പർ പറയാമെന്ന് പറഞ്ഞിട്ട് അവളുടെ പാൻ കാർഡിലെ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് ഓരോ നമ്പറും ഇങ്ങനെ പെറുക്കിയാണ് പറയുന്നത്. അപ്പോൾ ഈ ബാങ്കിലെ ഓഫീസർ അത് ശ്രദ്ധിക്കുന്നുണ്ട്, ഇവരെന്താ എത്ര ടെൻഷൻ അടിക്കാനായിട്ട് എന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ അവളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭഗവാനെ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിങ്ങനെ ഗണപതി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. സത്യത്തിൽ ഈ സീരിയലിൽ ഇവൾ ഗണപതിനെ വിളിക്കുമ്പോഴൊക്കെ വരുന്നത് രക്ഷിത്താണ്. എന്ന് വെച്ചാൽ ഇവൾ ദൈവത്തെ വിളിക്കുമ്പോഴൊക്കെ രക്ഷിത്താണ് അവിടെ വരുന്നത്. അവനും ആ ബാങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടല്ലോ, മറ്റേ സ്പോൺസർഷിപ്പിൻ്റെ കാര്യം പറയാം. അപ്പോൾ അവനതിനാണ് അവിടെ വന്നത്. അപ്പോൾ ഇരയും കൂടെ ഉണ്ട്. അപ്പോൾ രക്ഷിത്ത് ചോദിക്കുകയാണ്, നിനക്ക് ഭ്രാന്താണോ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടിച്ച് കൊണ്ടുവരാൻ, ഞാൻ എൻ്റെ ഓഫീസിൽ പോലും ഒന്നും യൂസ് ചെയ്യാറില്ല, മീറ്റിങ്സിന് പോലും ഞാൻ കൂളായിട്ടുള്ള ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്, നീ എന്തിനാണ് ഇതൊക്കെ ഇടിച്ച് കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇര പറയാണ്, എടോ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നാലേ, ഫോർമൽ ഡ്രസ്സിൽ വന്നാലേ നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മളോടൊരു വില ഉണ്ടാവുള്ളൂ, നീ ഈ ഫാഷൻ ലോകത്ത് ജീവിച്ചിട്ട് ഇതുപോലും അറിഞ്ഞൂടല്ലോ നിനക്കെന്ന് പറഞ്ഞിട്ട് അവൾ പറയാണ്. അപ്പോൾ അവൻ പറയാം, അതല്ലടി ഈ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് ഞാനവിടെ ക്യൂ നിൽക്കണം, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അവൾ പറയണം, നീ ക്യൂ നിൽക്കേണ്ടിയൊന്നും വരത്തില്ല, ഞാൻ ഓൾറെഡി അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്, നമ്മളെ ആദ്യം വിളിക്കുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഇവളാ പിയൂണ് എന്തോ ക്യാഷ് കൊടുത്തിട്ട്, ഗവൺമെൻറ് ഓഫീസല്ല, അങ്ങനെ ഇടിച്ച് കയറി ചെല്ലാൻ പറ്റത്തില്ലല്ലോ, എന്നാലും അവൾ എന്തോ ചെയ്തിട്ട് ഇവർ തന്നെ ആദ്യം കയറുകയാണ്. പിന്നെ കാണിക്കുന്ന അപ്പൂനെയാണ്. അവൾ സിബിൽ സ്കോർ നോക്കാനായിട്ട് അത് ലോഡാകാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അവിനാശിനൊരു കോള് വരികയാണ്,
ആ ചേച്ചി ഞാൻ എന്നാൽ ഇവിടെ ഇരിക്കുക, അത് സെറ്റായിട്ട് വിളിക്കുക, ഇനി ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഓഫീസർ സിബിൽ നോക്കുമ്പോൾ 310 കാണിക്കുന്നത്. ഇവർ 10 ലക്ഷം ലോൺ എടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അയാൾ പറയണ നിങ്ങൾ ടെൻഷൻ അടിച്ചതിൻ്റെ കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങളുടെ ഭോപ്പാലിലെ ബ്രാഞ്ചിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്തിട്ട് 6 മാസമായിട്ട് 1 രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല. നോട്ടീസ് അയച്ചാൽ റിപ്ലൈ ഇല്ല, വീട്ടിലാരെങ്കിലും വന്ന ആളവിടെ ഇല്ല. നിങ്ങളെന്താ ബാങ്കുകാരെ പറ്റിക്കാൻ നോക്കുകയാണ്? എന്തായാലും കറക്റ്റ് നിങ്ങൾ ഇവിടെ തന്നെ എത്തിയല്ലോ. നിങ്ങൾ കാരണം അവിടുത്തെ മാനേജറെ സസ്പെൻഡ് ചെയ്തു. ഇതുവെല്ലാം നിങ്ങൾ അറിയുന്നുണ്ടോ? ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനാണ് നിങ്ങൾ കാരണം സസ്പെൻഡ് ചെയ്ത് അയാളുടെ ജോലി പോയി കുടുംബം വഴിയാധാരമായിപ്പോയി. എന്നിട്ട് നിങ്ങൾ കൂളായിട്ട് അടുത്ത ലോൺ എടുക്കാൻ വന്നിരിക്കുകയാണല്ലേ. അവിടെ ഇരിക്കുക, ഞാൻ ഇപ്പം തന്നെ പോലീസിനെ വിളിക്കാമെന്ന് പറയണം. അപ്പോൾ പറയണം, സാർ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ മുഴുവൻ കാശും തിരിച്ചടക്കാം, എനിക്ക് കുറച്ച് സമയം തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവൾ കെഞ്ചുവാണ്. അപ്പം അയാൾ പറഞ്ഞു ഒരു സമയവും ഇല്ല, ഞാനിപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് ഇയാൾ സെക്യൂരിറ്റീനൊക്കെ വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡെന്ന് പറഞ്ഞാൽ നല്ല ത്രില്ലാണ്. അപരാജിതയുടെ ഹസ്ബൻഡിൻ്റെ ഫേസൊക്കെ റിവീലാകുകയാണ്. അയാൾ വരുന്നതായിട്ടൊക്കെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.